നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഫോറിൻ സൈനിങ് കൂടി നടത്തിയതായിട്ടാണ് ഇപ്പോൾ റൂമർ വരുന്നത്. അതായത് ഒരു ഫോറിൻ സ്ട്രൈക്കറാണ് താരം എന്നാണ്. നിലവിൽ മിഡ്ഫീൽഡിൽ കരീം ബെന്നറീഫ് എന്ന മികച്ച ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ട്രൈക്കർ കൂടി വന്നാൽ 2 ഫോറിൻ താരങ്ങൾ നിലവിൽ ഉള്ളതിൽ നിന്നും പുറത്താവും. സ്വാഭാവികമായും സ്ട്രൈക്കറാണ് വരുന്നതെങ്കിൽ വിക്ടർ ബെർത്തോമിയോ പുറത്താവും. പിന്നെ മിഡ്ഫീൽഡിൽ നിന്ന് മർലോൺ ആയിരിക്കും പുറത്താവാൻ കൂടുതൽ സാധ്യതയുള്ള താരം. എന്തായാലും പുതിയ കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം നടത്തുന്ന ഫോറിൻ താരങ്ങളെ ഒഴിവാക്കി പുതിയ മികച്ച താരങ്ങളെ നിലവിൽ കൊണ്ടുവരുന്നത്. മിഡ്ഫീൽഡിൽ കൊണ്ടുവന്ന കരീം ബെന്നറീഫ് നല്ല താരം തന്നെയാണ്. താരത്തിൻ്റെ സ്റ്റാറ്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി അതുപോലെ തന്നെ ഫോറിൻ സ്ട്രൈക്കറാണെങ്കിൽ അതുപോലെയുള്ള താരം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇതൊക്കെ തന്നെ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് അധികൃതർ ചെയ്യണമായിരുന്നു. ഇപ്പോൾ എത്ര താരങ്ങളെയാണ് വെറുതെ പുറത്താക്കി പുതിയ താരങ്ങളെ എടുക്കുന്നു. എന്തായാലും പുതിയ കോച്ചിൻ്റെ നിർബന്ധപ്രകാരമായിരിക്കും. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ബഡ്ജറ്റ് പ്രശ്നമല്ലാന്ന് തോന്നുന്നു. അതോ പുതിയ കോച്ചിൻ്റെ മുൻപിൽ ബഡ്ജറ്റ് നിരത്തിയുള്ള അടവ് ഫലിക്കാതായതാണോ എന്നറിയില്ല.